നമസ്കാരം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേലും, ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമിക്കുമെന്ന് ഇറാനും പറയുകയാണ്. വലിയ ആയുധശേഖരങ്ങളുള്ള ഇറാൻ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ ഇസ്ലാം രാജ്യങ്ങളെയും ആക്രമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ഉൾപ്പെടെ ഏതാണ്ട് 45ഓളം സൈനിക മേധാവിമാരുൾപ്പെടെ വധിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ യുദ്ധം ആര് ജയിക്കുമെന്നും ആര് പരാജയപ്പെടുമെന്നും 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ബൈബിളിൽ കൃത്യമായി പ്രവചിച്ച് വെച്ചിരിക്കുന്നു. ഹായ് ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. ഇറാന്റെ പതനവും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവും ബൈബിളിൽ കൃത്യമായി പ്രവചിച്ച് വച്ചിരിക്കുന്നു. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ അവിടെ ഏലാം എന്ന സ്ഥലത്ത് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ പടിഞ്ഞാറേ ഭാഗമാണ് ഏലാം. ഇറാന്റെ അണവായുധങ്ങളും മിസൈൽ പ്ലാന്റുകളുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. ബൈബിൾ പറയുന്നു, ഞാൻ ഏലാമിന്റെ വില്ലിനെ ഒടിക്കും, രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിക്കും, അവരെ 4 ദിക്കുകളിലേക്ക് ചിതറിപ്പിക്കും എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇറാന്റെ സൈനിക ശക്തിയിലും ആഭ്യന്തര പ്രശ്നങ്ങളിൽ പോലും ഇടപെടുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇനിയൊരു ആണവ യുദ്ധമാണോ സൈനിക നടപടിയാണോ നടക്കാൻ പോകുന്നതെന്ന് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ യുദ്ധം അത്ര പ്രാധാന്യം ആകുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ലോകാവസാനത്തിന്റെ അടയാളമാകുന്നതും അതുതന്നെയാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും, എന്നാൽ ഭയപ്പെടരുത്. ഇത് അവസാനമല്ല, ഈറ്റുനോമ്പുകളുടെ ആരംഭമാണ് എന്ന് ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു. ഈ യുദ്ധത്തിന്റെ കാഹളം യേശുവിൻ്റെ തിരിച്ചുവരവായിട്ടാണ് ക്രിസ്തീയ വിശ്വാസികൾ കാണുന്നത്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന യുദ്ധം പരാജയപ്പെടുമെന്നും ലോകം സ്തംഭിക്കുന്ന ഒരു സൈനിക നടപടിയിലേക്ക് ഇത് പോകുമെന്നും സൂചിപ്പിക്കുന്നു. ഈ യുദ്ധത്തിന് പിന്നാലെ ലോകം ഒരു ഏകീകൃത ഭരണത്തിന്റെ കീഴിലാവുകയും എന്നാൽ ആ കാലഘട്ടം വളരെ പീഡനങ്ങൾ നിറഞ്ഞതായിരിക്കുമെന്നും സൂചിപ്പിക്കുന്നു. ഈ അശാന്തിയുടെയും ഇരുട്ടിന്റെയും ഇടയിലേക്ക് യേശുക്രിസ്തു കടന്നുവരും. ഈ വരവ് സർവ്വലോകത്തിൻ്റെയും ന്യായവിധിക്കായിരിക്കും യേശുവിൻ്റെ രണ്ടാം വരവ്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുന്നത് മനുഷ്യനാൽ ഉണ്ടാക്കുന്ന കരാറിലൂടെ ആയിരിക്കില്ല. യേശുവിൻ്റെ കാൽ ഒലീവുമലയിൽ ചവിട്ടുമ്പോഴായിരിക്കുമെന്ന് സക്കറിയ പ്രവാചകൻ പ്രവചിച്ചു വച്ചിരിക്കുന്നു. ഇറാന്റെ പതനത്തിന് ശേഷം ഏലാമിന്റെ ഭാഗ്യം ഞാൻ മാറ്റുമെന്ന് പറയുന്നു. അവരെ ഞാൻ പുനരുദ്ധരിക്കുമെന്ന് ദൈവം വാഗ്ദാനം നൽകുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഇറാന്റെ പതനത്തിന് ശേഷം ഇറാനിൽ വലിയൊരു ദൈവിക മാറ്റം നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഇറാനിൽ പീഡനങ്ങൾ അനുഭവിച്ചവർ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വരുന്നു. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം വെറും യാദൃശ്ചികമല്ല. ബൈബിളിൽ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ശത്രുക്കൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞു. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഈ യുദ്ധം ഇറാന്റെ അന്ത്യത്തിലേക്കും യേശുവിൻ്റെ രണ്ടാം വരവിലേക്കുമുള്ള യുദ്ധമാണ്. അതിൻ്റെ അടയാളങ്ങൾ പൂർത്തിയാക്കപ്പെട്ടു കഴിഞ്ഞു. ഭയപ്പെടാനല്ല, അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാനാണ് ഈ സൂചനകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ രണ്ടാം വരവ് ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഇന്ന് നടക്കുന്നത് വെറും പറച്ചിലുകളല്ല. ആഗോള താപനിലയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ, ലോകത്ത് നടക്കുന്ന ആഗോള മാറ്റങ്ങൾ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ സൂചിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നത്, ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ ആർക്കും അറിയില്ല എന്നാണ്. എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കാൻ മത്തായിയുടെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാം വരവിന്റെ സമയമായി
എന്ന് അറിയിക്കുന്ന അടയാളങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമാണ്. ലോകത്തെ പ്രബലരായിട്ടുള്ള ശക്തികൾ തമ്മിലുള്ള യുദ്ധം ഏതു നിമിഷവും ഒരു ലോക മഹായുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടേക്കാം. ഇതുതന്നെയാണ് യേശു പറഞ്ഞ ഈട്ടുനോമ്പിന്റെ ആരംഭം. രണ്ടാമത്തെ അടയാളം പ്രകൃതി നമുക്ക് നൽകുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ക്ഷാമവും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാവും. കൊറോണ പോലുള്ള മഹാമാരികളിൽ നിന്നും കരകയറി വന്നതേ ഉള്ളൂ നമ്മൾ. പല രാജ്യങ്ങളിലും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും പോലുള്ള ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ അടയാളം, അധർമ്മം പുലരുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. മത്തായി 24:12 പറയുന്നു, സ്നേഹമില്ലായ്മയും എന്തിനും ഏതിനും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന പ്രവണത ലോകത്ത് കൂടി വരികയാണ്. നാലാമത്തെ അടയാളം, അറിവിന്റെയും സാങ്കേതിക വിദ്യയുടെയും സ്ഫോടനാത്മകമായ വളർച്ച. ഡിജിറ്റൽ കറൻസി, AI പോലെയുള്ളവയൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അഞ്ചാമത്തെ അടയാളം ഇസ്രായേലിനെ കുറിച്ചാണ്. അത്തിമരം തളിർക്കുമ്പോൾ വേനലെടുത്തു എന്ന് നമ്മൾ അറിയുന്നു. ഇസ്രായേൽ ഒരു രാഷ്ട്രമായി മാറിയത് ബൈബിൾ പ്രവചനങ്ങളിൽ സൂചിപ്പിക്കുന്നു. യെരൂശലേമിനെ ലോകം വിരോധത്തോടെ കാണുമെന്ന് സക്രിയ പ്രവാചകൻ നേരത്തെ പ്രവചിച്ച് വച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്ന് നാം വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭയപ്പെടാനല്ല. യേശു ഇത് നേരത്തെ പറഞ്ഞത് ഒതുക്കമുള്ളവരായി ഇരിക്കാനാണ്. ഇത് ലോകത്തിന്റെ അവസാനമല്ല, പുതിയ തുടക്കത്തിന്റെ ആരംഭമാണ്. ഒരുങ്ങി ഇരിക്കുക.